അതുകൊണ്ട് 2 വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഒരാൾ കൂട്ടുകാരൻ്റെ വെള്ളമാണ്, ഒരപ്പുറം ഒരു ചേട്ടൻ്റെ വെള്ളം. ഒരു ഈ വലയിൽ ഉടക്ക് വല എന്ന് പറയും, നീട്ടുവല എന്നൊക്കെ പറഞ്ഞു. ആ ഒരു വല ഇങ്ങനെ ഈ പാടത്തൊക്കെ ഇടും. അപ്പോൾ അങ്ങനെ മീനൊക്കെ പിടിക്കും. അങ്ങനെ ആടാ നമ്മൾ നേരത്തെ കാണിച്ചപ്പോൾ നല്ല അടിപൊളി സ്ഥലമല്ലായിരുന്നു. വെള്ളം കയറിയിട്ട് ഇങ്ങനെ ഇരിക്കണോ. നമ്മളിവിടെയൊക്കെ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാണ്, ഈ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട്. ഇവിടുന്ന് അങ്ങോട്ട് നടക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ വെള്ളത്തിലായിപ്പോയി. ഹലോ, നമസ്കാരം. ട്രാവൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരും ക്ഷണിക്കണം. എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാരുകാവാണ്, പിറവത്ത്, എൻ്റെ നാടിനടുത്ത്. നേരത്തെ ഞാനിവിടെ ഒരു വീഡിയോ ചെയ്തിരുന്നു, വയൽക്കാറ്റ് എന്നൊരു സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ആ വയൽക്കാറ്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അത് കണ്ടപ്പോൾ നമ്മുടെ പാടശേഖരമായിരുന്നു 2 സൈഡിലും. ഇപ്പോൾ ഇതുണ്ടോ, മൊത്തം വെള്ളം കയറി കിടക്കണം. നമുക്ക് വീഡിയോ ഒക്കെ കാണാം. അപ്പോൾ വീഡിയോസൊക്കെ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വെള്ളം കയറി കിടക്കുന്ന നമ്മുടെ നാടിൻ്റെ അവസ്ഥ നമുക്ക് കാണിച്ചു തരാം. ഇനിയിപ്പോൾ മലങ്കര ഡാം തുറന്നിട്ടുണ്ട്. അപ്പോൾ ആണ് വെള്ളം കുറച്ചുകൂടി കൂടുന്ന ഇടം. എന്തായാലും നമുക്ക് വീഡിയോ കാണാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതായിരുന്നു ഞാൻ അന്ന് പറഞ്ഞ വയൽക്കാറ്റെന്ന് കണ്ട വീഡിയോ. ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നോ? ഇങ്ങനെ ചാരുകസേരൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഒരു കരിമ്പ് ജ്യൂസ് കിടക്കാനൊക്കെ ആയിട്ട്. മഴക്കാലമായിട്ടപ്പോൾ ഇങ്ങനെ വെള്ളം കയറി തുടങ്ങി. ഇവിടെ നേരെ ഇതാ കാണുന്ന ഭാഗത്തോട്ട് മൂവാറ്റുപുഴയാറിൻ്റെ സൈഡാണ് കേട്ടോ. അവർ കാണുന്ന മരങ്ങൾ കേട്ടോ, ആ മരങ്ങളുടെ അപ്പുറം മൂവാറ്റുപുഴയാറിൻ്റെ തീരാണ്. അപ്പോൾ അവിടെ നിന്നുള്ള വെള്ളവും പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളങ്ങളുണ്ട്. അതായത് ഈ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് വരുന്ന ഒക്കെ കിണറുകളിലും പിന്നെ നിറഞ്ഞൊഴുകുന്ന ഈ ഉറവുകളിലൊക്കെ ചേർന്നിട്ടാണ് ഈ വെള്ളം ഇങ്ങനെ വരുന്നത്. അപ്പോൾ ആ പാടത്തോട്ട് വന്ന് ചേർന്നിട്ട് പുഴയിട്ട് ചേരും. പുഴയിൽ നല്ലോണം വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ പുറമ്പുഴയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കാണുന്ന പോലെ ആ വെള്ളം ഇങ്ങനെ നിലച്ച് നിൽക്കുമ്പോൾ ഇവിടുന്ന് ചെല്ലുന്ന വെള്ളം കൂടെ ചേർന്നിട്ടാണ് ഇത്രയും വെള്ളം നമുക്ക് പാടശേഖരത്തേക്ക് എത്തിച്ചേരുന്നത്. ഇതുണ്ട്, അവിടെയൊക്കെ കവുങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം കയറി കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ വെള്ളത്തിലാവും. ഇതൊക്കെ നമ്മൾ പണ്ടത്തെ ആ ഒരു ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച അടിപൊളി സ്ഥലമായിരുന്നു. ഇപ്പോൾ വെള്ളം കയറിയിരിക്കും. അതാണിപ്പോൾ കാണുന്നത്. അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. വീടുകളിലൊന്നും കയറാറില്ല, ചിലപ്പോൾ കുറച്ചൊക്കെ കയറും. മൊത്തം വെള്ളം കയറി കിടക്കുന്നതാണ്. നേരത്തെ എന്ന് വെച്ചാൽ ഇവിടെ ഈ റോഡുണ്ടല്ലോ, ഞാൻ കാണിച്ചുതരാം. ആ റൂട്ടിൽ വരെ വെള്ളം കയറുമായിരുന്നു കേട്ടോ. ഇപ്പോൾ റോഡ് ഹൈറ്റിലേക്ക് കൂട്ടിയിട്ടുണ്ട്, പുതിയ റോഡ് വന്നപ്പോൾ. അത് കാരണമാണ് ഇപ്പോൾ റോഡിലേക്ക് അത്ര കയറാത്തത്. 2018 ഇതാ ഒരു കാണുന്ന ഈ ഫ്ലെക്സ് ബോർഡില്ലേ, ബൈക്ക് ഇരിക്കുന്നത്, അതിൻ്റെ പൊക്കത്ത് വെള്ളം കയറിയിടാം. അതിൻ്റെ ഫ്ലെക്സ് ബോർഡിന് കുറച്ച് താഴെയായിട്ടാ, ബൈക്കിൻ്റെ കുറച്ച് പൊക്കത്തിൽ, അത്രയും ഹൈറ്റിൽ നേരത്തെ വെള്ളം കയറുക. ഇപ്പോൾ അങ്ങനെ വെള്ളം കയറാറില്ല. ചിലപ്പോൾ 2 വർഷം മുന്നേ അങ്ങനെ ചെറിയൊരു ഒഴുക്കുണ്ടായിരുന്നു. റോഡ് ഇച്ചിരി ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അതാണ് താഴെ ഇങ്ങനെ നിൽക്കും, അത്ര ഉണ്ടാവാറുള്ളൂ. കവലയിലേക്ക് ഇങ്ങനെ ചേർന്ന് വെള്ളം വരും. നേരത്തെ അത്രയും കയറുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. എന്തായാലും വെള്ളം കയറുവാണെങ്കിൽ ഞാൻ തന്നെ വീട് വിടാം. ഇത് നമ്മുടെ ചെയറൊക്കെ ഇരിക്കണല്ലോ. ഇവിടെ ബായൊക്കെ ഉണ്ട്. ബായൊക്കെ നാട്ടിൽ പോയി, മഴയൊക്കെ അല്ലേ. ഇവിടെയൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചൂണ്ടയൊക്കെ വരും, ചൂണ്ടക്കാരൊക്കെ വരും. ഇപ്പോൾ വർക്ക് അപ്പോൾ ഉള്ള സീസണാണ്. വർക്ക് നേരത്തൊക്കെ വർക്ക് കുറവായിരുന്നു. വർക്ക് ഇല്ലാത്തപ്പോഴൊക്കെ മിക്കപ്പോഴും അവിടെ ചൂണ്ടയിടാൻ വരും. അടിപൊളിയാണ്. ഇതൊക്കെ കാറ്റത്ത് മറിഞ്ഞു വേണ്ട, മരങ്ങൾ താഴത്തോട്ട് ഇങ്ങനെ മറിഞ്ഞു വീണു. ഭയങ്കര ഒരു സീനാണ് അതൊക്കെ. വഴിതടസ്സം ഉണ്ടായ സംഭവം അത്. പക്ഷെ എന്നാലും ഇത് കണ്ടോ, ഈ പാടത്തൊക്കെ വെള്ളം കയറി കണ്ടോ, അങ്ങറ്റം വരെ ഉണ്ട് കേട്ടോ. കാര്യം നമുക്ക് എല്ലാവർക്കും മഴ കാണുന്നതും വെള്ളത്തിൽ കൂടെ നടക്കണമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിലും ഒരുപാട് പേര് ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് വെള്ളം കാണാനൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സേഫ്റ്റി ആയിരിക്കുക. എന്താ പറയുക, വെള്ളത്തിൽ നിന്ന് കണ്ടമാനം ഇറങ്ങി അടിച്ചു കുളിക്കാതിരിക്കുക. കാരണം വെച്ചാൽ മഴവെള്ളം അതുപോലെ തന്നെ വിഷയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും എല്ലാ കൂട്ടുകാരും സേഫ്റ്റി ആയിട്ടിരിക്കുക. ഇത്രയും കാലം മഴയൊക്കെ മാറി നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. അപ്പോൾ വീഡിയോസൊക്കെ കാണുന്ന ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസ് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.